വെളിച്ചത്തില് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തില് മുതഅല്ലിമീങ്ങളിരുന്ന് കിതാബോധാറുണ്ടല്ലോ. എന്നാൽ ആ പവിത്രമായ പള്ളിയുടെ തൊട്ടടുത്ത് ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമി റളിയല്ലാഹു തആല അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ആ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമി റളിയല്ലാഹു അൻഹു രചിച്ച അൽഫിയ എന്ന് പറയുന്ന മഹത്തായ കിതാബ് ഓതിയ എത്രയോ ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടാവാം. പ്രിയപ്പെട്ട ഉമ്മമാര്, മുൻകാലത്ത് മദ്രസയിൽ 4ാം ക്ലാസ്സിലൊക്കെ ആ വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്ന് നമ്മുടെ ഉമ്മമാരോടൊക്കെ ചോദിക്കുമ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നു. 4ാം ക്ലാസ്സിലൊക്കെ ആ കിതാബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മദ്രസയിൽ +1-ലും +2-ലും ആ പവിത്രമായ കിതാബ് തഹ്ദീബുൽ അഖ്ലാഖ് എന്ന പേരിൽ ആ കിതാബുകൾ ഇന്ന് കുട്ടികൾക്ക് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കിതാബില് വളരെ വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാനുള്ള 5 മരുന്നുകൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ 5 മരുന്നുകൾ? പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 5 മരുന്നുകൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ പഠിച്ചാൽ നമ്മുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുകയില്ല. ഒന്നാമത് ഒന്നാമത്തെ മരുന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹൃദയത്തിന് സമാധാനം കിട്ടാനുള്ള മരുന്ന് അഞ്ചെണ്ണമാണ്. ഒന്നാമത്തത് ഖുർആൻ പാരായണം ചെയ്യലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആൻ പാരായണം ചെയ്യും. അതിന്റെ ഇടയിൽ മരിച്ചുപോയ എന്റെ ഭർത്താവിനും മരിച്ചുപോയ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു അലിക്കത്ത് സംഭാവന, ഒരു സഹോദരി. അല്ലാഹുവേ ഈ അലിക്കത്ത് സംഭാവന നൽകിയ പ്രിയപ്പെട്ട ഉമ്മാക്ക് ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അവരുടെ വിഷമങ്ങൾ നീക്കണേ അല്ലാഹ്. അവരുടെ മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ അവരുടെ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് നാളെ സ്വർഗലോകത്ത് ആ മാതാപിതാക്കളുടെ കൂടെ ഭർത്താവിന്റെ കൂടെ മുസ്ലിമിയുടെ കരം കൊണ്ട് കോഴി കൊടുക്കുന്ന വാങ്ങിക്കൊടുത്ത് സന്തോഷം കൊണ്ട് പുളകമണിയാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അപ്പൊ ഒന്നാമത്തെ മരുന്ന് പ്രിയപ്പെട്ടവരെ ഖുർആൻ പാരായണം ചെയ്യലാണ്. ഖുർആൻ പാരായണം ചെയ്യാന്ന് പറയുമ്പോൾ ഇന്ന് അധികം ആളുകൾക്കും ഖുർആൻ പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുസഹഫുകൾ വീട്ടിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. മുസഹഫുകൾ പള്ളികളിൽ തട്ടുകളിൽ നല്ല നല്ല പത്രമായി സൂക്ഷിച്ചിരിപ്പുണ്ട്. പക്ഷേ അവർക്ക് പാരായണം ചെയ്യാൻ ആളുകൾ കുറവാണ്. എങ്ങനെ ഖുർആൻ പാരായണം ചെയ്യണം? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബിതദബ്ബുരിൽ മഅന